അമേരിക്കയിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. ശതകോടീശ്വരനായിട്ടുള്ള നിക്ഷേപകന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈന ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ താരിഫ് ബോംബുകൾ അമേരിക്കയിൽ തന്നെ സ്ഥിതി കൂടുതൽ വഷളാക്കി. അമേരിക്കയിലെ കടം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ മാന്ദ്യത്തിൻ്റെ മോശം ഫലങ്ങൾ വിവിധ വിശകലന വിദഗ്ധരും വൻകിട നിക്ഷേപകരും അവകാശപ്പെടുന്നു. ഒരു തരത്തിലൊരു പോരാട്ടവുമില്ലാതെ അമേരിക്ക ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് കോടീശ്വരനും നിക്ഷേപകനുമായിട്ടുള്ള റേ ഡാലിയോയാണ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബ്രിഡ്ജ് വാട്ടർ അസോസിയേറ്റ്സിന്റെ സ്ഥാപകനും കോടീശ്വരനുമായിട്ടുള്ള റേ ഡാലിയോ ഒരു മാധ്യമാഭിമുഖത്തിൽ അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചും ട്രംപിന്റെ താരിഫുകൾ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംസാരിച്ചു. അമേരിക്കയുടെ മേലുള്ള വർദ്ധിച്ചു വരുന്ന കടബാധ്യതയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയുടെ മേലുള്ള കടബാധ്യത വളരെയധികം വർദ്ധിച്ചതിനാൽ അത് രാജ്യത്തിൻ്റെ ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് പോലെ കാണപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് ഈ സാഹചര്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത അമേരിക്കയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ആധുനിക ആഭ്യന്തര യുദ്ധം സായുധ സംഘട്ടനത്തിലൂടെയല്ല, മറിച്ച് വർദ്ധിച്ചു വരുന്ന കടം, സാമ്പത്തിക അസമത്വം, രാഷ്ട്രീയ പ്രക്ഷോഭം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2008 മാന്ദ്യവും ഡാലിയോ എന്ന് പറയുന്ന ഈ വ്യക്തി പ്രവചിച്ചതാണ്. അതായത് 2008 വന്ന മാന്ദ്യത്തെക്കുറിച്ചും ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് ശേഷമാണ് 2008 ഒരു ഭീകരമായിട്ടുള്ള മാന്ദ്യ പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടായത്. അമേരിക്കയിലെ താരിഫുകൾ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, കടബാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ ഭയം ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരുതരം ആഭ്യന്തര യുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിലെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയുടെയും ആഗോള അശാന്തിയുടെയും ഒരു ചക്രമെന്ന് വിളിച്ച് അദ്ദേഹം അതിനെ 1930കളുമായാണ് ബന്ധിപ്പിക്കുന്നത്. അമേരിക്കയുടെ കടം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.